പ്രസംഗത്തിന്റെ സന്ദർഭത്തിൽ ആരും കാണിക്കുന്ന ഒരു വിനയമാണ്, അനുവദിക്കപ്പെട്ട ഒരു വിനയമാണ്, എല്ലാവർക്കും അറിയാം. ആ വിനയത്തെ കാണിച്ചിട്ട് ഒരു മനുഷ്യൻ അറിവില്ലെന്നും അയോഗ്യനാണെന്നും പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ സക്കാഫിമാർക്ക് പറ്റുന്ന വിവരക്കേടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് അവർക്ക് മാത്രം പറ്റുന്ന വിവരക്കേടാണ്. സന്ദർഭത്തെ അപ്പുറത്തു പറയുന്ന മനസ്സിലാക്കാനുള്ള യോഗ്യത പോലും ഇല്ലാതെ പോയ കൗമേ ഈ ക്ലിപ്പിംഗ് ഇട്ടിട്ട് ഹിദായത്ത് ഒരു വെളിച്ചമാണ്, അത് പറയാൻ ഞാനാണല്ലോ എനിക്ക് കിട്ടിയിട്ടില്ല തുറന്നു പറയുകയും ഞാൻ ഉപദേശിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഈ കേസറ്റ് ഇട്ടിട്ട് ഞങ്ങളും നാട് കണ്ടിയാലോ? നിങ്ങൾ മനസ്സിലാക്കുക, ഹക്ക് പറഞ്ഞു കൊടുക്കും, തെളിവുകൾ പറഞ്ഞു കൊടുക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതാ പിന്നെ ഇവർക്ക് ഭയങ്കര ദേഷ്യം സുന്നത്തായ റസൂലിന്റെ താടിനോട്. എന്നൊരു താടി നീട്ടി ഇങ്ങോട്ട് വന്ന് ഓരോ ഭാഗത്ത് എന്തൊക്കെയോ എന്തൊരു കുന്തത്തിനൊരു താടിയും, ഈ താടി മുറ്റടിക്കാൻ പറ്റും, ചൂലാക്കാൻ പറ്റും. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു ഇതൊക്കെ പറയുന്ന ആരെയാ? നിങ്ങൾ മനസ്സിലാക്കുക, പ്രസംഗല്ലേ മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിക്കുന്ന വിഷയത്തെ കൗണ്ടർ ചെയ്യാൻ കഴിയുന്നില്ല മുസ്ലിയാക്കന്മാർക്ക്. പിന്നെ എന്തേ പറ്റൂ? പോലെ ചീത്ത പറയാ, പിന്നെ ഗാലം കണക്കിന് ഇന്ദ്രിയത്തെ പറ്റി പറയാ, സൊസൈറ്റിനെ പറ്റി പറയാ. ഇതൊക്കെ അല്ലാതെ കൃത്യമായി തെളിവുകൾ പറയാൻ പറ്റുന്നില്ല. അപ്പൊ താടിക്ക് കുറ്റപ്പെടുത്തുക, അതിനെ കുന്തം പറയാ. ആ വിഷയത്തിൽ എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞങ്ങളെയൊക്കെ താടി നീട്ടാൻ പ്രേരിപ്പിക്കുന്ന ഘടകം? മുജാഹിദ് പ്രവർത്തകർ ഓരോരുത്തരെയും ഞങ്ങൾ ഗൗരവമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കൽപ്പനയാണ് താടി വെക്കൽ, അമ്രാണ്, നിർബന്ധമാണെന്ന വാജിബാണെന്ന ആളുകൾ പറഞ്ഞത്. താടി നീട്ടൽ ഇങ്ങനെ ഉമിക്കേരി പോലെ ആക്കലല്ല കേട്ടോ. ഈ താടിക്ക് വിമർശിക്കുന്ന ഒറ്റ കുട്ടി റസൂലിന്റെ സുന്നത്തനുസരിച്ചുള്ള താടിയല്ല. ഒരു വെട്ടിച്ചെറുക്ക് വെട്ടാൻ പാടില്ല താടി കേട്ടോ. ഒരു പിടി കഴിഞ്ഞാൽ ചോട്ടിന്ന് ഇങ്ങനെ മുറിക്കാം, അതിനേ തെളിവുള്ളൂ കേട്ടോ. അത് ആദ്യം പേരോട് ഉസ്താദ് എതിർക്കുന്നു, ഇത് താടി, പിന്നെ പേരോട് ഉസ്താദ് താടി സ്ഥാപിക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണത്, ഇതൊക്കെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിഷയവും ഇവിടെ തീരില്ല, നമ്മുടെ അവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് നിങ്ങളത് കേൾക്കുക, നിങ്ങളത് മനസ്സിലാക്കുക, കേട്ടോളൂ. എന്താ സാധനം? താടിയെല്ലാം കണ്ടാൽ ബ്രഷ് ആക്കാൻ പറ്റും താടി. എന്നിട്ട് സാധനം അതും മനസ്സിലായില്ലേ? കുന്തത്തിന് ഇതെന്തൊരു കുന്താണ്, അതിനൊരു താടിയും, ഒരു കുന്തത്തിനൊരു താടി. ഇവിടെ മുറ്റടിക്കാൻ പറ്റുമായിരുന്നു സാധനം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കേരളത്തിലെ ഏറ്റവും ആ റോഡ് ഒന്നൊന്ന് മാറിക്കൊണ്ട് സുഹൃത്തുക്കളെ, എത്ര സമയം നിങ്ങളോട് പറഞ്ഞ ഒന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിന്നോളൂ. ശബ്ദം കേൾക്കാവുന്ന ദിക്കിൽ അത്രയും നിന്നോളൂ. നിങ്ങൾ വണ്ടികൾ വേഗത്തിൽ പോട്ടെ, നമുക്ക് തടസ്സമുണ്ട്. അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കൊടുക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടെ എന്തോ ഒരു കുന്തം നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു കുന്തം. ആ കുന്തത്തിനൊരു താടിയും. സത്യത്തിന് ഞാൻ ആലോചിക്കുക, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇയാളൊന്നും അല്ല പടക്കാഞ്ഞ വലിയ ഭാഗ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നെഞ്ചകം വരെ ഹാറൂൻ നബിയുടെ താടി പൊക്കിൾ കൊടി വരെ ഉണ്ടായിരുന്നു. ഹാറൂൻ നബിയുടെ താടി പിടിച്ച് മൂസാ നബി ഇങ്ങോട്ട് വലിച്ചു. നിങ്ങളെവിടെ വലിക്കാൻ താടി? നിങ്ങളുടെ സക്കാബിമാർ ആർക്കാ വലിക്കാൻ താടിയില്ലേ? മൂസാ നബി ഹാറൂൻ നബിന്റെ താടി ഇങ്ങോട്ട് പിടിച്ചു. ചരിത്രത്തിൽ കാണാ പൊക്കിൾ കൊടി വരെ. എവിടെ നിങ്ങൾക്ക് താടി? നിങ്ങൾക്ക് സുന്നത്ത് നാവിലേ ഉള്ളൂ, കർമ്മത്തിലില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. നിങ്ങൾ താടിയെ കുറ്റപ്പെടുത്തുന്നു, താടിയെ പറ്റി നിങ്ങൾ പരിഹസിക്കുന്നു, അപഹസിക്കുന്നു അല്ലേ? ഇനി ആ രംഗമാണ് നിങ്ങൾ കുറച്ചുകൂടെ വിപുലമായി കാണാം. ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. താടി വളർത്താതെ താടി പഠിക്കുന്ന ഏർപ്പാട് ആരെ ഏർപ്പാടാണ്? ഖാലിഫുൽ മുശ്രിക്കീന വഫിറുൽ ലിഹാം. മുശ്രിക്കീങ്ങൾക്കെതിരായി നിങ്ങൾ നീങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുശ്രിക്കീങ്ങൾക്കെതിരായി നിങ്ങൾ നീങ്ങുക. അതേ മജൂസികൾക്കെതിരായി എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ മജൂസികളെ ഏർപ്പാടാണ്, മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്. എന്ത്? രണ്ടാമത്തെ വാചകത്തിൽ അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ താടി വളർത്തുവീൻ. ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. താടി പഠിക്കല്ല, താടി പഠിക്കല്ല. ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. നിങ്ങൾ താടി വളർത്തുവീൻ. ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. എന്നാൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിലൂടെ നിങ്ങൾ താടി വളർത്തണേ, നിങ്ങൾ താടി വളർത്താതെ താടി പഠിക്കുന്നത് മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്, മജൂസികളെ ഏർപ്പാടാണെന്ന് അവിടുത്തെ ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ വ്യക്തമായി പറയുമ്പോൾ ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ താടി പഠിക്കുന്നത് ഹറാമാണെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? അവിടുത്തെ മുന്നിൽ പോയി ശഫാഅത്ത് ചോദിക്കണ്ടയോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അവിടുന്ന് എന്താ പഠിപ്പിക്കുന്നത്? അൻഹിക്കുസ്സവാരിബ വഅഫുൽ ലിഹാ. ബാബു ഇഫാഇൽ ലിഹാ എന്ന അധ്യായത്തിൽ
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന ഹദീസാണ്. നിങ്ങൾ മീശ വെട്ടണം, നിങ്ങൾ താടി വളർത്തണേ. വികാരമായ താടി, വികാരമായ താടി, വികാരമായ താടി. താടി എന്ന് പറഞ്ഞാൽ ഒളവങ്കോട് കാട് വളർന്ന മാതിരി ഉണ്ടാവും. ഇനിയും കണ്ടോളൂ, താടി വളർത്താതെ താടി പഠിക്കുന്ന ഏർപ്പാട് ആരെ ഏർപ്പാടാണ്? ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല, ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല, ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. ഖാലിഫുൽ മുശ്രിക്കീന വഫിറുൽ ലിഹാ, മുശ്രിക്കീങ്ങൾക്കെതിരായി നിങ്ങൾ നീങ്ങുക. ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുശ്രിക്കീങ്ങൾക്കെതിരായി നിങ്ങൾ നീങ്ങുക. ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. അതേ മജൂസികൾക്കെതിരായി എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ മജൂസികളെ ഏർപ്പാടാണ്, ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്. എന്ത്? രണ്ടാമത്തെ വാചകത്തിൽ അവിടെ നിന്ന് പറയുന്നു, ഓഫിറുൽ ലിഹാ, നിങ്ങൾ താടി വളർത്തുവീൻ. ഞാൻ താടിയുള്ള മൊയിലാറൊന്നുമല്ല. താടി പഠിക്കല്ല, താടി പഠിക്കല്ല. താടി എന്ന് പറഞ്ഞാൽ ഒളവങ്കോട് കാട് വളർന്ന മാതിരി ഉണ്ടാവും. നിങ്ങൾ താടി വളർത്തുവീൻ. വികാരമായ താടി, വികാരമായ താടി, വികാരമായ താടി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. ഇത് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 5893 നമ്പർ ഹദീസായി, 5892 നമ്പർ ഹദീസായി അതാ റിപ്പോർട്ട് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു, നിങ്ങൾ നോക്കൂ, ഹുസൈൻ സലഫിയുടെ നാദാപുരത്തെ പ്രഭാഷണത്തിന് പ്രമാണമായി പ്രമാണം ഉദ്ധരിച്ച് തെളിവ് പറയാൻ കഴിയാത്തപ്പോ അദ്ദേഹത്തെ കുന്തമാക്കി മുറ്റമടിക്കാൻ പറ്റും താടി എന്നൊക്കെ പറഞ്ഞു. അതേ പേരോടിനെ കൊണ്ട് അല്ലാഹു ഹദീസ്, ജീവിതത്തിൽ പേരോട് കൃത്യമായ ഒരു ഹദീസ് നമ്പർ ഉദ്ധരിച്ചത് കക്കാട് വൈദ്യക്ക് മറുപടി കൊടുത്തപ്പോ അല്ലാഹ് പറയിപ്പിച്ചു, ഹുസൈൻ സലഫിയുടെ അതേ ശൈലിയിൽ പറയിപ്പിച്ചു താടിയുടെ മഹത്വം, മീശ വെട്ടി ഒതുക്കുന്നതിന്റെ പ്രാധാന്യം. നേരത്തെ ഞാൻ താടിയുള്ള മുസ്ലിയാരൊന്നുമല്ല, വികാരമായ താടി. അതാരറിയോ? കാന്തപുര ഉസ്താദ് ക്ഷണിച്ചിട്ട് ആ ക്ഷണിച്ച സദസ്സിൽ പ്രസംഗിച്ച CM ഇബ്രാഹിം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ താടിയെ പരിഹസിച്ചതാണ്. താടി വടിക്കുന്നവൻ ആരാന്ന് പറഞ്ഞത്? ഓം മുശ്രിക്കിന്റെ ചര്യ സ്വീകരിച്ചവനാണ്, ജൂതന്മാരുടെ മജൂസികളുടെ ചര്യ സ്വീകരിച്ചവനാണ്. അതുകൊണ്ട് നിങ്ങൾ താടി വിട്ടേക്കണം. ഇതുവഴി ഞാൻ ഒരു കാര്യം കൂടെ പറയും, ഇവിടുത്തെ എല്ലാ മുസ്ലിം സംഘടനകളോടും പ്രവർത്തകരോടും എല്ലാം നിങ്ങൾ താടി നീട്ടണം, മീശ വെട്ടി ഒതുക്കണം, പ്രവാചകന്റെ സുന്നത്ത് സ്വീകരിക്കണം. ആ കേസറ്റിൽ തന്നെ പേരോട് ഉസ്താദ് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുൽ ഖീറതു മിൻ അംരിഹി എന്ന് വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം 36-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അത് നിർബന്ധമായ കൽപ്പനയാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഈ വസ്തുത നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയും താടിയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും ചെയ്യും.